മുംബൈയിൽ മലയാളി യുവാവിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. താനെയിൽ നടന്ന സംഭവത്തിൽ 31-കാരനായ വിഷ്ണു നായരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം താനെയിൽ 31-കാരനായ മലയാളി യുവാവിനെ ആയുധധാരികളായ 9-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തി. മുംബൈ മലയാളികളെ ഞെട്ടിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. താനെ ശാസ്ത്രിനഗറിന് സമീപമുള്ള ശിവജി നഗറിൽ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ചെങ്ങന്നൂർ തിരുവണ്ടൂർ സ്വദേശി വേണുഗോപാലൻ നായരുടെയും രേണുകയുടെയും മകൻ വിഷ്ണു നായരാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടനിലക്കാരനായി നിന്നതിനായിരുന്നു മകനെ കൊലപ്പെടുത്തിയതെന്ന് വേണുഗോപാൽ പറയുന്നു. ഞങ്ങളുടെ മോനെ നഷ്ടപ്പെട്ടു. കാരണം അവര് 2 ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി അവന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതിനുശേഷം അവൻ തിരിച്ചു വരുന്ന വഴിക്ക് ശാസ്ത്രിനഗറിൽ അവനെ ഫോളോ ചെയ്തായിരുന്നു ഓപ്പോസിറ്റ് പാർട്ടി. അവിടെ വെച്ച് അവർ ഇന്റൻഷനലി അവനെ മർഡർ ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. അതിലെ പ്രതിയെ ഇരിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് പോലീസിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, അവരെ അപേക്ഷിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിഷ്ണുവിനെ 9-അംഗ സംഘം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് സാമൂഹ്യ പ്രവർത്തകനായ ശ്രീകാന്ത് നായർ പറയുന്നു. താനെയിലൊരു 35 വർഷം കൊണ്ട് താമസിക്കുന്ന വേണുഗോപാൽ നായർ, അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു നായരെ ഒരു സംഘം ആൾക്കാർ ആക്രമിക്കുകയും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ആ കൊല്ലപ്പെട്ട വിവരം വെളുപ്പാങ്കാലത്താണ് വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്നത്, ഹോസ്പിറ്റലുകാരെ അറിയിക്കുന്നത്. ഇവിടെ താനെയിൽ വർത്തകനഗറിലെ വേദാന്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കൂട്ടുകാരൻ്റെ വിഷയത്തിൽ ഇടപെട്ടതാണ് കൂട്ടുകാർ തമ്മിലുള്ളത്. ഒരു 8-10 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ തമ്മിൽ വാക്കുകൾക്കുണ്ടായി. ആ വിഷയത്തിൽ വർത്തകനഗർ പോലീസ് സ്റ്റേഷനിൽ അവർ NC കൊടുത്ത് ഇവരെ വിളിപ്പിച്ച് സംസാരിച്ച് അവർ പറഞ്ഞു വിട്ടതാണ്. വീട്ടിൽ പൊക്കോളം പറഞ്ഞു വിട്ട ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ട മാറ്ററാണ്. പിന്നിൽ നിന്ന് വെട്ടുവീഴ്ത്തിയ ശേഷം മരണം ഉറപ്പാക്കിയ ശേഷമാണ് പ്രതികൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് അവർ കൂട്ടുകാരായിട്ട് ഇവിടുന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവർ ഫോളോ ചെയ്ത് അത് മാരകായുധങ്ങളുമായിട്ട്, വടിവാളും കത്തിയടക്കമുള്ള മാരകായുധങ്ങളുമായിട്ട് അവനെ വീട്ടിൻ്റെ എത്തുന്നതിന് മുമ്പായിട്ട് ശാസ്ത്രനഗർ ചൗക്കിൽ വെച്ചിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുകയും വാളുകൊണ്ട് വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ സ്പോട്ടിൽ മരിക്കുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തായാലും മരിച്ചു കഴിഞ്ഞു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. സുഹൃത്തിന്റെ പ്രണയവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രദേശത്തെ മലയാളികളെ ഞെട്ടിച്ച സംഭവത്തിൽ നീതി വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. താനെ വർത്തക് നഗറിൽ താമസിക്കുന്ന വിഷ്ണു നായർ മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. പ്രദേശവാസികളായ സുഹൃത്തുക്കളും ആശങ്ക പങ്കിട്ടു. विंडो भाई के साथ जो भी हुआ वो सुन के बहुत बुरा लगा और मैं तो जॉब पे था, अभी मैं सुबह आया, मुझे पता चला तो मुझे सुन के बहुत बुरा लगा. താനെയിൽ മിനറൽ വാട്ടർ ബിസിനസ് നടത്തുന്ന വിഷ്ണു സുഹൃത്തുക്കളിൽ ഒരാളുടെ പ്രേമബന്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിച്ചതായും തുടർന്ന് തർക്കം പരിഹരിക്കാൻ വർത്തക് നഗർ പോലീസ് സ്റ്റേഷനിൽ പോയതായും പറയപ്പെടുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നം പറഞ്ഞു തീർത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. അവിവാഹിതനാണ് വിഷ്ണു നായർ. ഏക സഹോദരി വീണ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷം. ഭാഷാ തുല്യത നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃക ലോകത്തൊരു ഗവൺമെന്റും ചെയ്യുന്നില്ല. സ്വന്തം ബഡ്ജറ്റിൽ നിന്ന് കാശ് മുടക്കി